ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് TP-Linkൻ്റെ ഒരു 5 പോർട്ട് ജിഗാബിറ്റ് സ്വിച്ചാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, അത് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ. പക്ഷേ ഞാനിത് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ഒരു ജിഗാബിറ്റ് സ്വിച്ചിന് പകരം നോർമൽ സ്വിച്ച് മീൻസ് 10 ബാർ 100 വരുന്ന സ്പീഡ്, അതായത് ഒരു 100 BSന് താഴെ കിട്ടുന്ന സ്വിച്ചുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനിയെങ്കിലും സ്വിച്ചുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, നമുക്ക് അവർ ചെറിയ സ്വിച്ചുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളൊരു ജിഗാബിറ്റ് സ്വിച്ച് തന്നെ കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് വലിയൊരു എക്സ്പെൻസീവ് അല്ല. ആ ഒരു നോർമൽ സ്വിച്ചിൽ നിന്നും ജിഗാബിറ്റ് സ്വിച്ചിലോട്ട് വരുമ്പോൾ അത്ര ഒരു എക്സ്പെൻസീവായിട്ടൊന്നുമില്ല. ജസ്റ്റ് നിസ്സാര പൈസയുടെ വ്യത്യാസമുള്ളൂ. 200 രൂപ അല്ലെങ്കിൽ 300 രൂപ വ്യത്യാസത്തിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ജിഗാബിറ്റ് സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ജിഗാബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ ഒരു ബാൻഡ് വിത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരില്ല. അതിന് പുറമെ കസ്റ്റമർ എടുക്കുന്നത് 200 MBPS ആണെങ്കിലും 300 MBPS ആണെങ്കിലൊക്കെ ഈ ഒരു ജിഗാബിറ്റ് സ്വിച്ച് ഉണ്ടെങ്കിൽ അത് സാധ്യമാകും. കാരണം ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരും നല്ല ഹൈ സ്പീഡ് എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നോർമൽ സ്വിച്ച് 10 ബാർ 100 സ്വിച്ച് വെക്കണേക്കാൾ നല്ല 10 ബാർ 100 ബാർ 1000 വരുന്ന ഇത്തരം ജിഗാബിറ്റ് സ്വിച്ചുകൾ വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്പീഡ് ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്പീഡ് സാധ്യമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു അത്ര ഒരു എക്സ്പെൻസീവും അല്ല ഈ ജിഗാബിറ്റ് സ്വിച്ച് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത തവണ ഇത്തരം ജിഗാബിറ്റ് സ്വിച്ചുകൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.